ഈ ഡയബറ്റിക് പ്രമേഹം എന്ന് പറയുന്നത് ഒരു വില്ലനാണ്. സത്യം പറഞ്ഞാൽ മരുന്നില്ലാതെ തന്നെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഇത് റിവേഴ്സിബിൾ ആക്കാനായിട്ട് സാധിക്കും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കുട്ടികൾ പോലും ഭാവിയിലെ ഒരു പ്രമേഹ രോഗിയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്താണ് നമ്മൾ അറിയാതെ തന്നെ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഭാവിയിലെ പ്രമേഹത്തിന് കാരണമായിട്ട് മാറുന്നത്? ഹെൽത്തി എന്ന് പറയപ്പെടുന്ന പല ഐറ്റംസുകളും പല ഫുഡുകളും നമ്മൾ പാക്കഡ് ആയിട്ട് വാങ്ങി കഴിക്കുന്നത് അത് ശരിക്കും ഹെൽത്തി തന്നെയാണോ? ഈ ഷുഗർ വരാനായിട്ട് കുട്ടികളുടെ അമിതവണ്ണം ഒരു കാരണമായി തീരുമോ? ഇതിനെക്കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന മൈദ ബിസ്ക്കറ്റ്സ്, അതേപോലെ തന്നെ ബ്രെഡ്, ഇതിലെല്ലാം തന്നെ ഷുഗർ കണ്ടൻറ്റ് അമിതമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ചെറുപ്പം മുതൽ തന്നെ ഇത്രയും ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ, ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അതിൻ്റെ ഷുഗർ സ്പൈക്ക് കൂടും. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഇത് അമിതമായി കഴിച്ച് ശീലിക്കുമ്പോൾ പാങ്ക്രിയാസിൻ്റെ ബീറ്റാ സെൽസിൽ നിന്നും ചുരക്കുന്ന ആ ഇൻസുലിൻ ഹോർമോൺ അതിനെ നമ്മളൊരു പരിധിയിലപ്പുറം ചുരക്കാനായിട്ട് അതിനെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സ്ട്രെസ്സ് കാരണം ക്രമേണ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ഭാവിയിൽ, അതായത് നമ്മുടെ കുട്ടികൾക്ക് 30കളിലും 28കളിലും തന്നെ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഹെൽത്തി എന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികൾക്ക് പലതും വാങ്ങിക്കൊടുക്കാറുണ്ട്, നമ്മളും കഴിക്കാറുണ്ട്. അതിലൊന്നാണ് ഈ വീറ്റ് ബ്രെഡ് എന്ന് പറയുന്നത്. വീറ്റ് ബ്രെഡ് എന്ന് പറയുന്ന പലതും മൈദ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് മാത്രം ചെയ്തതായിരിക്കാം. അതേപോലെ ഫ്രൂട്ട് ജ്യൂസസ് എന്ന് പറഞ്ഞ് ഹെൽത്തി ആണ് പറഞ്ഞ് നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാകും. അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്. അത് വളരെയധികം അപകടകാരിയാണ്. ഫ്യൂച്ചറിൽ ഷുഗർ, ഡയബറ്റിസ് മാത്രമല്ല ഫാറ്റി ലിവർ വരാനും അത് കാരണമായി മാറുന്നുണ്ട്. ബേക്കറി ഐറ്റംസ്, സ്നാക്സ്, ബിസ്ക്കറ്റ്സ്, ഇങ്ങനെ എല്ലാത്തിലും അമിതമായിട്ടുള്ള ഷുഗർ കണ്ടൻറ്റും അതുപോലെ തന്നെ മൈദ, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സുമാണ് അധികം അടങ്ങിയിട്ടുള്ളത്. എന്താണ് സാധാരണ കാർബോഹൈഡ്രേറ്റ്സും ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് മൈദയും കഴിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം? സാധാരണഗതിയിൽ ഒരു അന്നജം കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഇൻസുലിൻ ചുരക്കുന്നത് അല്ലെങ്കിൽ ഗ്ലൈസീമിക് ലോഡിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഒരു 50% എന്നുണ്ടെങ്കിൽ അത് ഒരു 75% കൂടുതലാണ് നമ്മൾ ഈ മൈദ അല്ലെങ്കിൽ റിഫൈൻഡ് വീറ്റ് ഫ്ലോർ എന്ന് പറയുന്ന ഈ ഒരു മൈദ എടുക്കുന്നത്. ഇത് എടുക്കുന്നതിലൂടെ നമ്മുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് പെട്ടെന്ന് റൈസ് ആവും. അതായത് നമ്മുടെ ശരീരത്തിൽ ഷുഗർ സ്പൈക്ക് പെട്ടെന്ന് കൂടും. ഇതെങ്ങനെയാണ് നമ്മുടെ ഡയബറ്റീസിന് കാരണമാകുന്നതെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടി എന്ന് നമ്മുടെ ബ്രെയിനിന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ പാങ്ക്രിയാസിന് സിഗ്നൽ നൽകും. ഗ്ലൂക്കോസ് കൂടുതലാണ്, ആ ഗ്ലൂക്കോസിനെ എങ്ങനെയെങ്കിലും കുറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ ചുരക്കണം. അപ്പോൾ ആ ഇൻസുലിൻ ചുരക്കുന്നുണ്ടാവും. എന്നാൽ ഇതിൻ്റെ ഗ്ലൈസിമിക് ലോഡ് വളരെ കൂടുതലായതുകൊണ്ട് ആ ചുരക്കുന്ന ഇൻസുലിൻ അത് കറക്റ്റ് അതിൻ്റെ ഒരു റേഷ്യോയിലായിരിക്കില്ല. ഈ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ റേസ് ആകുന്ന ഗ്ലൂക്കോസിനും നമ്മൾ ശരീരത്തിൽ ചുരക്കുന്ന ഇൻസുലിനും രണ്ടിൻ്റെയും ആ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. അങ്ങനെ ക്രമേണ ഇൻസുലിൻ്റെ ചുരപ്പ്, അതായത് ഇൻസുലിൻ ചുരക്കുന്നതിൻ്റെ ഒരളവ് കുറഞ്ഞു വരികയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ഭാവിയിൽ ഇത് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക്കിന് ഒരു പ്രധാന കാരണമായിട്ട് മാറുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഈ റിഫൈൻഡ് മൈദ, അതേപോലെ ബേക്കറി ഐറ്റംസ്, ബിസ്ക്കറ്റ്സ് പരമാവധി കൊടുത്ത് നമ്മൾ ശീലിക്കാറുണ്ട്. നമ്മളിൽ പലരും ആലോചിക്കുന്നത് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര മാത്രമാണ് ഡയബറ്റിസ് കൂട്ടുന്നത് എന്ന്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ കഴിക്കുന്ന അന്നജത്തേക്കാൾ അപകടകാരിയാണ് നമ്മൾ പുറമെ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട് ജ്യൂസസും പാക്ക്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസിലെല്ലാം തന്നെ എളുപ്പമായിട്ട് ഷുഗർ കൂടാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ചുകൂടെ സ്വീറ്റനിങ് ഇതും കൂടും, എന്നാൽ ചീപ്പ്ലി അവൈലബിൾ. കാരണം സാധാരണഗതിയിലെ പഞ്ചസാരേനേക്കാളും അതിൻ്റെ ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് HFCS എന്ന് പറയുന്നതിൻ്റെ മൂല്യം വളരെ കുറവാണ്. അവർക്ക് കിട്ടാൻ എളുപ്പമാണ്. എന്നാൽ നമ്മുടെ ഈ ഒരു പഞ്ചസാര, സാധാരണഗതിയിലുള്ള പഞ്ചസാര കഴിക്കുന്നതിനേക്കാൾ ഡബിൾ സ്വീറ്റ്നസ് ഈ HFCS തരും. അതുകൊണ്ട് ഒട്ടുമിക്ക ഫ്ലേവേർഡ് ആയിട്ടുള്ള നമ്മുടെ ഡ്രിങ്ക്സ് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതായാലും നമ്മൾ വലിയവരെടുക്കുന്നതായാലും സോഡ ഡ്രിങ്ക്സ്, അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബേക്കറി ഐറ്റംസ്, ഇതിലൊക്കെ പരമാവധി അവരുപയോഗിക്കുന്നത്
ഈ HFCS എന്ന് പറയുന്ന ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ്. അത് അത്രയധികം അപകടകാരിയാണ്. ഇനി ഷുഗർ ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ ഷുഗർ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ചെറുപ്പം മുതൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളവർ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് എടുക്കേണ്ടത്? പ്രോട്ടീൻ അധികമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിലും തന്നെ പ്ലാൻ പ്രോട്ടീൻസ്, പയറുവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. പഴങ്ങളിലെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ചക്ക, മാമ്പഴം, നേന്ത്രപ്പഴം ഒഴിവാക്കിയിട്ട് ആപ്പിള്, അതേപോലെ തന്നെ പേരയ്ക്ക, ഇതൊക്കെ വളരെയധികം നല്ലതാണ്. ബ്ലൂബെറീസ്, ഇതിലൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി വളരെയധികം കൂടുതലാണ്. ഇതും പാൻക്രിയാസിൽ നിന്ന് ചുരക്കുന്ന ഇൻസുലിൻ്റെ ആ ഒരു കപ്പാസിറ്റീനെ കൂട്ടുകയും ഭാവിയിൽ നമുക്ക് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യത പരമാവധി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന കുത്തരി, അതേപോലെ തന്നെ റാഗി, ചെറുധാന്യങ്ങൾ, ഇത് വളരെയധികം ഇഫക്റ്റീവാണ്. ഇതിൽ അന്നജത്തിൻ്റെ അളവ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെയധികം കുറവാണ്. മാത്രമല്ല മൾട്ടി വൈറ്റമിൻസും മിനറലും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയും ഈ ഒരു മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ, കുത്തരി, ഇതിലൊക്കെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഷുഗർ, ഡയബറ്റിസ് വരാതിരിക്കാനും ഇപ്പോൾ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം ഉള്ളവരിൽ അത് കൺട്രോളിൽ കൊണ്ടുവരാനും വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. നല്ല കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുള്ള omega-3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ചെറു മത്സ്യങ്ങൾ, കപ്പലണ്ടി, അതുപോലെ തന്നെ നട്ട്സ് എല്ലാം തന്നെ വളരെ ഇഫക്റ്റീവാണ്. പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ളവരിൽ നമ്മൾ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിക്ക് പറയാറുണ്ട്. ഒരു പ്ലേറ്റിനെ 3ആയിട്ട് വിഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അരഭാഗം, ഹാഫ് പോർഷൻ മൊത്തമായി തന്നെ പച്ചക്കറികളും ഇലക്കറികളും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ബാക്കി അരഭാഗത്തിൽ 1/4 ഭാഗം മാത്രം അന്നജം, 1/4 ഭാഗം പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നജത്തിൻ്റെ ആ ഒരു ലെവലും ഗ്ലൈസിമിക് ഇൻഡെക്സിൻ്റെ ലെവലും കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കപ്പാസിറ്റി അതും നോർമൽ ലെവലിൽ എത്തുകയും നമ്മുടെ ഷുഗർ എപ്പോഴും കൺട്രോളിലാവാനും വളരെയധികം സഹായകരമാവുന്ന ഒരു പ്ലേറ്റിംഗ് മെത്തേഡാണ് ഈ കാണിച്ചിരിക്കുന്ന പ്ലേറ്റിംഗ് മെത്തേഡ്. രാത്രി വൈകിയുള്ള അത്താഴം എങ്ങനെയാണ് നിങ്ങളുടെ ഷുഗർ ലെവൽ ഹൈപ്പ് ആക്കാനായിട്ട്, അതായത് അടുത്ത ദിവസം രാവിലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഷുഗർ വളരെ ഹൈ ലെവലിൽ കാണിക്കാനുള്ള പ്രധാന കാരണം ഭയങ്കര ലേറ്റായിട്ട് രാത്രിത്തെ അത്താഴം കഴിക്കുന്നതാണ്. അപ്പോൾ അത്താഴം എപ്പോഴും ലഘുവായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ കൂടുതലും അന്നജം കുറച്ചിട്ട് പ്രോട്ടീനും അതേപോലെ പച്ചക്കറികളും ഇലക്കറികളും സാലഡ്സ് അങ്ങനെയുള്ളത്, മില്ലറ്റ്സ്, അത് കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 7 to 7:30, 7-7:30 ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ ഭക്ഷണം കഴിച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ ആ ഒരു ഷുഗർ സ്പൈക്ക്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായിട്ട് പറ്റും. ഇൻസുലിൻ്റെ കപ്പാസിറ്റി കൂട്ടാനായിട്ട് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അതായത് വൈകിട്ട് 7:30 മുതൽ അടുത്ത ദിവസം 6 മണി 7 മണി വരെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് വെറുതെ ചെല്ലാതിരിക്കുന്ന സമയത്ത് ഇൻസുലിൻ അതിൻ്റെ ആക്ഷൻ വളരെ ക്രമീകരിച്ച് പിന്നീട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ അത് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യാൻ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് ലഘുവായിട്ടുള്ള ഭക്ഷണം രാത്രി 7-7:30 തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് അസിഡിറ്റി, പുളിച്ചു തകട്ടൽ, മലബന്ധം പോലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്കും ഈ ഒരു ഏർലി ഡിന്നർ, അതായത് നേരത്തെയുള്ള അത്താഴം കഴിക്കുന്ന ശീലം പതിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഡയബറ്റിസ് ഉള്ള പേഷ്യൻസ്, അതേപോലെ കുട്ടികളിലാണെങ്കിലും ഭക്ഷണത്തിന് ശേഷം സ്ഥിരമായിട്ട് ഒരു 10-15 മിനിറ്റ് നടത്തം പതിവാക്കുക. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണത്തിന് ശേഷം 10-15 മിനിറ്റ് നടക്കുമ്പോൾ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, അതായത് മിക്കവരിലും ടൈപ്പ് 2 ഡയബറ്റിസ് ആണ് കണ്ടുവരുന്നത്. അതായത് ഇൻസുലിൻ ചുരക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ ഗ്ലൂക്കോസിനെ അത് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യുന്നില്ല. ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കുറവ്, അതാണ് പലരിലും ടൈപ്പ് 2 ഡയബറ്റിസ് ആണ് പലരിലും കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ആ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ട്, അതായത് ഒരു ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഗ്ലൈക്കജനായിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇൻസുലിൻ്റെ ആ ഒരു പവർ, സെൻസിറ്റിവിറ്റി കൂട്ടാനായിട്ട് ഓരോ ഭക്ഷണത്തിന് ശേഷം 10-15 മിനിറ്റ് നേരം നടക്കുന്നത് വളരെയധികം ഉപകാരപ്രദമാണ്. അത് ഹാർട്ടിൻ്റെ ഹെൽത്ത്, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ഇഫക്റ്റീവാണ്. കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതും ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഇല്ലാതായാൽ തന്നെ ഭാവിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാതിരിക്കാൻ സഹായകരമാവുന്ന ഒന്നാണ്. പലപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നല്ല ഭക്ഷണങ്ങളാണെന്ന് നമ്മൾ വിചാരിച്ച് എന്നാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൗൺ ബ്രെഡ് അല്ലെങ്കിൽ വീറ്റ് ബ്രെഡ് എന്ന് പറഞ്ഞ് മൈദയിൽ തന്നെ കോട്ടിംഗ് ആയിട്ടാണ് പലരും തരാറ്. അതുപോലെ യോഗട്ട് നല്ലതാണ്, പക്ഷേ ഇതേ യോഗട്ടിൽ ഇതിനെ കുറച്ചുകൂടി സ്വീറ്റനിങ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ അത് അത്ര നല്ലതല്ല, അത് അൺഹെൽത്തിയാണ്, അത് ശരീരത്തിന് ദോഷകരമാക്കുകയേ ചെയ്യുള്ളൂ.
ബിസ്ക്കറ്റ്സും അതേപോലെ തന്നെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, നമ്മൾ ഫ്രഷ് ജ്യൂസ് കുടിക്കുന്നതും പാക്ക്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിലെല്ലാം ആഡഡ് ഷുഗർ കണ്ടൻ്റാണ് വളരെയധികം കൂടുതലായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഹോർലിക്സ്, ബൂസ്റ്റ്, അങ്ങനെ നമ്മൾ പാലിൽ മിക്സപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു കണ്ടൻറ്റിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു 80% ഷുഗർ കണ്ടൻ്റാണ്. അപ്പം ന്യൂട്രീഷൻ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് കുട്ടികളിൽ സ്ഥിരമായി കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ ചെറിയ കുട്ടികളിൽ നമ്മൾ 6 മാസം കഴിഞ്ഞ് മുലയൂട്ടലുടെ ആ ഒരു ടൈം കഴിഞ്ഞ് സോളിഡ് ഫുഡ്സ്, കുറച്ച് കട്ടി ആഹാരം കഴിക്കുന്ന ആ ഒരു ടൈമിൽ സെറിയൽസ്, നമ്മൾ പാക്ക്ഡ് ആയിട്ടുള്ള ഫുഡുകളാണ് മാക്സിമം കുട്ടികൾക്ക് കൊടുത്ത് ശീലിക്കുന്നത്. ഇത് ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഇൻസുലിൻ്റെ ആ ഒരു ഉൽപ്പാദനത്തിനെ എഫക്റ്റ് ചെയ്യും. കാരണം ഈ പാക്ക്ഡ് ഐറ്റത്തിലും കംപ്ലീറ്റ് ഷുഗർ കണ്ടൻ്റാണ് ഉള്ളത്. അപ്പോൾ പരമാവധി ചെറിയ കുട്ടികൾക്ക്, 6 മാസം കഴിഞ്ഞുള്ള കുട്ടികൾക്ക് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ചെറിയ തോതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പാക്ക്ഡ് ആയിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എളുപ്പത്തിന് വേണ്ടി ഇൻസ്റ്റൻ്റായിട്ട് കുക്ക് ചെയ്യുന്ന ഒന്നിനാണ് നമ്മൾ വാങ്ങിക്കുക. എന്നാൽ അതിൽ പരമാവധി ഷുഗർ കണ്ടൻ്റ് ആയിരിക്കും. ഈ ഷുഗർ കണ്ടൻറ്റും നമ്മുടെ നാച്ചുറൽ ഷുഗർ കണ്ടൻ്റ് അല്ല. അത് കുട്ടിയുടെ ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കും. കുട്ടി തടി വരുന്ന പോലെ തോന്നും, എന്നാൽ കുട്ടി ഹെൽത്തി ആയിരിക്കില്ല, പ്രതിരോധശേഷി കുറവായിരിക്കും, ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ അമിതവണ്ണം, ഇതിനൊക്കെ തന്നെ ഈ കാരണം ഈ ആർട്ടിഫിഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഷുഗർ കണ്ടൻറ്റ്, പാക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ കൊടുക്കുന്നതും, അതിനോടുകൂടി തന്നെ കുട്ടികൾ ആക്ടിവിറ്റീസ്, അതായത് പരമാവധി ഓടിക്കളിക്കാതിരിക്കുക, ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുക, ഇത് രണ്ടും കൂടെ ആവുമ്പോൾ ചെറുപ്പം മുതലേ അമിതവണ്ണം അല്ലെങ്കിൽ ഒബിസിറ്റിക്ക് കാരണമാവും. കുട്ടികളിലെ അമിതവണ്ണം അല്ലെങ്കിൽ ഒബിസിറ്റി, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അമിതമായിട്ടുള്ള വണ്ണമുണ്ട് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു 22-23 വയസ്സ് ആ ഒരു ടൈമിൽ തന്നെ അവരുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, അവരുടെ കരളിൻ്റെ ആരോഗ്യം, പാൻക്രിയാസിൻ്റെ ആരോഗ്യം, ഇതൊക്കെ സാരമായി ബാധിക്കുന്നതായിരിക്കും. ഇത് ഭാവിയിലെ ഫാറ്റി ലിവർ, സിറോസിസ്, അതേപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ടൈപ്പ് 2 ഡയബറ്റിസ്, ഇതൊക്കെ തന്നെ വരാൻ കാരണമാണ്. സോ നമ്മുടെ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ, ഭാവിയിൽ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം വരാതിരിക്കാൻ ഇപ്പം തന്നെ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് എടുക്കുക. പരമാവധി പാക്ക്ഡ് ഐറ്റംസും ബേക്കറി ഐറ്റംസും ഒഴിവാക്കുക. ഹെൽത്തി എന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ശരിക്കും ഹെൽത്തി അല്ല. അതിലടങ്ങിയിട്ടുള്ളത് ഒരു 75% ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സും ഫ്ലേവറിങ് ഏജൻസുമാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും കണ്ടൻറ്റ് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്ന ഭക്ഷണം, അതും ചെറുധാന്യങ്ങളും പഴങ്ങളും പയറുവർഗ്ഗങ്ങളും കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു വില്ലനല്ല. തീർച്ചയായിട്ടും നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ചെറുപ്പത്തിൽ നിന്ന് ഇപ്പം തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ചില മാറ്റങ്ങൾ കൊണ്ട് അത് തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ, അതായത് ഇന്ന് 50കളിലും 60കളിലും കണ്ടുവരുന്ന ഈ ഒരു ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറഞ്ഞത് ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്ക് 20കളിലും 15കളിലും വന്നേക്കാം. അപ്പോൾ അത് ഇപ്പം തന്നെ ചെറിയ രീതിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ തുടങ്ങാം. കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഭക്ഷണ രീതികളെക്കുറിച്ചും അതേപോലെ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹത്തിന് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, വടക്കഞ്ചേരി, പാലക്കാട്.